10 വർഷത്തിന് ശേഷം ചരിത്ര വിജയവുമായി തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച UDF. LDF തകർന്നടിഞ്ഞപ്പോൾ NDA നില മെച്ചപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നേട്ടത്തോടെയാണ് 10 വർഷം നീണ്ട ഭരണ വരൾച്ചയ്ക്ക് UDF വിരാമം കുറിച്ചത്. 56 ഡിവിഷനുകളിൽ 33 സീറ്റും കൈപ്പിടിയിലൊതുക്കി ഭരണത്തിലേക്ക് കേവല ഭൂരിപക്ഷം എന്ന കടമ്പ അനായാസം കടന്നു നീങ്ങി. വികസന നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റി തുടർഭരണം സ്വപ്നം കണ്ടിറങ്ങിയ LDF ആകട്ടെ കേവലം 11 സീറ്റുകളിൽ ഒതുങ്ങി. അതേസമയം സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ കോർപ്പറേഷനും പിടിച്ചെടുക്കാനിറങ്ങിയ NDAക്ക് SG എഫക്ട് അത്ര കണ്ട് ഗുണം ചെയ്തില്ല. എന്നാൽ 6-ൽ നിന്ന് 8ആയി സീറ്റ് വർദ്ധിപ്പിക്കാനായത് ആശ്വാസമായി. UDFന്റെ തേരോട്ടത്തിൽ പല ചുവപ്പ് കോട്ടകളും തകർന്ന് തരിപ്പണമായി. പലയിടങ്ങളിലും എതിരാളികളെ നിഷ്പ്രഭമാക്കിയ വിജയവും നേടി. ഭൂരിപക്ഷം 1000 കടന്ന 4 പേരിൽ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നതും ശ്രദ്ധേയമായി. ലാലൂരിൽ വിജയിച്ച കോൺഗ്രസിന്റെ ലാലി ജെയിംസ് ആണ് ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത്. 2483 വോട്ട് നേടിയ ലാലി 1527 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. ഇതോടെ LDF മേയർ സ്ഥാനാർത്ഥിയായി കണക്കുകൂട്ടി കളത്തിലിറക്കിയ സാഹിത്യകാരി കൂടിയായ ലിസി ജോയ്ക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു. പുതൂർക്കരയിൽ മേഫി ഡെൽസൺ 1130, ഒല്ലൂരിൽ കരോളി ജോഷുവ 1028 എന്നിവരാണ് ഭൂരിപക്ഷം 1000 കടന്ന മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ചരിത്ര വിജയത്തിലും കോട്ടപ്പുറം ഡിവിഷനിലെ നീറുന്ന പരാജയത്തിന്റെ ചരിത്രവും കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. 745 വോട്ടുകൾ വീതം നേടി കോൺഗ്രസിന്റെ K ഗിരീഷ് കുമാറും BJPയുടെ വിനോദ് കൃഷ്ണയും തുല്യത പാലിച്ചതോടെ വിജയിയെ ടോസിലൂടെയാണ് നിർണയിച്ചത്. ഭാഗ്യം വിനോദിനെ കടാക്ഷിച്ചപ്പോൾ UDFന് നഷ്ടമായത് അവസാന നിമിഷം വരെ മുന്നിട്ട് നിന്ന സീറ്റും. പാട്ടുരായ്ക്കൽ ഡിവിഷനിൽ വിജയം ഉറപ്പെന്നു കരുതിയ കോൺഗ്രസിന്റെ ജോൺ ഡാനിയലിനെ തട്ടകം കൈവിട്ടപ്പോൾ കൃഷ്ണമോഹനിലൂടെ BJP സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. കനത്ത തിരിച്ചടിയിലും വടൂക്കരയിൽ 1422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MS സിജിത്ത് LDFന് കരുത്തായി. മുൻ മേയർ അജിത ജയരാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന V നന്ദകുമാർ എന്നിവരുടെ തോൽവി CPMന് കടുത്ത പ്രഹരമായി. വിമതർ വീഴുന്നതിനും വാഴുന്നതിനും തെരഞ്ഞെടുപ്പ് വേദിയായി. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് വിമതരായി രംഗത്തെത്തിയ 3 പേരിൽ 2 പേരും പരാജയത്തിന്റെ കയ്പുനീർ നുണഞ്ഞു. കുരിയച്ചിറയിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ സജീവനെ പരാജയപ്പെടുത്തിയ ഷോമി ഫ്രാൻസിസ് തന്റെ ജനകീയ പിന്തുണ പാർട്ടിയെ ഓർമ്മപ്പെടുത്തി. സമാന സാഹചര്യം ഉടലെടുത്ത മിഷൻ ക്വാർട്ടേഴ്സിൽ വിമത സ്വരമുയർത്തിയ ജോർജ് ചാണ്ടിയിൽ നിന്ന് കടുത്ത മത്സരമാണ് ബൈജു വർഗീസ് നേരിട്ടത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട് LDF പിന്തുണയോടെ മത്സരിച്ച നിമ്മീറപ്പായിയെ ഒല്ലൂരും കൈവിട്ടു. വിമത സ്വരമുയർത്തി മുന്നണി വിട്ട മുൻ LDF അംഗങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഡിവിഷനായിരുന്നു കൃഷ്ണാപുരം. CPI അംഗവും മുൻ ഡെപ്യൂട്ടി മേയറുമായിരുന്ന ബീന മുരളിയും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ഷീബ ബാബുവും ഉയർത്തിയ വെല്ലുവിളിയിലും LDFന്റെ RJD സ്ഥാനാർത്ഥി സൗമ്യ പ്രതീഷ് 579 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതോടെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായിരുന്ന ബീന മുരളി LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിലും താഴെ വോട്ടുകൾ മാത്രം നേടി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. NDAക്കൊപ്പം പോയ ഷീബ ബാബു 3ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു. പാട്ടുരായ്ക്കലിന് പുറമെ പൂങ്കുന്നം, തേക്കിൻകാട്, കൊക്കാല ഡിവിഷനുകൾ നിലനിർത്തിയ BJP പുതിയതായി രൂപീകരിച്ച തിരുവമ്പാടിയും അപ്രതീക്ഷിത വിജയത്തിലൂടെ കണിമംഗലവും അക്കൗണ്ടിൽ അധികമായി കൂട്ടിച്ചേർത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം നടത്തുന്ന UDFന് കോർപ്പറേഷനിലെ ഈ ചരിത്ര വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ UDF കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ആവേശജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ് UDF. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് ബേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ.